അമസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്നു പേർ. അവൾ യെരൂശലേംകാരത്തിയായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, ഏകാഗ്രഹൃദയത്തോടെ അല്ലാതാനും. രാജ്യത്വം അവൻ ഉറച്ച ശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന തന്റെ ഭൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി. എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല. അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത്, പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത്. ഓരോരുത്തൻ താൻ തന്റെ സ്വന്തം പാപ നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശെയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ തന്നെ. എന്നാൽ അമസ്യാവ് യഹൂദയെ കൂട്ടിവരുത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെ പിതൃഭവനമായി നിർത്തി. 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരെ എണ്ണി. കുന്തവും പരിചയം എടുപ്പാൻ പ്രാപ്തിയുള്ള ശ്രേഷ്ഠയോദ്ധാക്കൾ 3 ലക്ഷമെന്ന് കണ്ടു. അവൻ ഇസ്രയേലിൽ നിന്നും 1,00,000 പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്നു, രാജാവേ, ഇസ്രയേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത്. യഹോവ ഇസ്രയേലിനോടുകൂടെ എല്ലാ എഫ്രൈമ്യരോടും കൂടെ തന്നെ ഇല്ല. നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്ക. അല്ലാത്ത പക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴിച്ചേക്കാം. സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അമസ്യാവ് ദേവപുരുഷനോട്, എന്നാൽ ഞാൻ ഇസ്രയേൽ പടക്കൂട്ടത്തിന് കൊടുത്ത 100 താലന്തിന് എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അതിന് ദൈവപുരുഷൻ, അതിനേക്കാൾ അധികം നിനക്ക് തരുവാൻ യഹോവയ്ക്ക് കഴിയുമെന്നുത്തരം പറഞ്ഞു. അങ്ങനെ അമസ്യാവ് അവരെ എഫ്രൈമിൽ നിന്നു അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു. അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു. അവർക്ക് അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ടു തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പുതാഴ്വരയിൽ ചെന്ന് സെയീര്യരിൽ 10,000 പേരെ നിഗ്രഹിച്ചു. വേറെ 10,000 പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ചു പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു. അവരെല്ലാവരും തകർന്നുപോയി. എന്നാൽ തന്നോടുകൂടെ യുദ്ധത്തിന് പോരാതെ ഇരിപ്പാൻ അമസ്യാവ് മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമര്യ മുതൽ ബേത് ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് 3,000 ആളുകളെ കൊന്നു വളരെ കൊള്ളയിട്ടു. എന്നാൽ അമസ്യാവ് ഏദോമ്യരെ സംഹരിച്ച് മടങ്ങി വന്ന ശേഷം അവൻ സെയീര്യരുടെ ദേവന്മാരെ കൊണ്ടുവന്നു അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവരുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് യഹോവയുടെ കോപം അമസ്യാവിന്റെ നേരെ ജ്വലിച്ചു. അവൻ ഒരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു, നിന്റെ കൈയിൽ നിന്ന് തങ്ങളുടെ സ്വജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്ന് അവനോട് പറയിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വെട്ടുകൊണ്ട് ചാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി, നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അനന്തരം യഹൂദ രാജാവായ അമസ്യാവ് ആലോചന കഴിച്ചിട്ട് യിസ്രായേൽ രാജാവായി യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യോവാശിന്റെ അടുക്കൽ ആളയച്ചു, വരിക, നാം തമ്മിൽ ഒന്ന് നോക്ക എന്ന് പറയിച്ചു. അതിന് യഹൂദ രാജാവായ യോവാശ് യഹൂദ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറയിച്ചതെന്നാൽ, ലെബാനോനിലെ മുൾപ്പടർപ്പ് ലെബാനോനിലെ ദേവദാരുവിന്റെ അടുക്കൽ ആളയച്ചു, നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരികയെന്ന് പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. എദോമ്യരെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു. വമ്പ് പറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നിഗളിച്ചിരിക്കുന്നു. വീട്ടിൽ അടങ്ങി പാർത്തുകൊള്ളുക. നീയും യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. അവർ ഏദോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കൈയിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു. അങ്ങനെ ഇസ്രായേൽ രാജാവായ യോവാശ് പുറപ്പെട്ടു ചെന്നു. അവന് യഹൂദ രാജാവായ അമസ്യാവും യഹൂദയ്ക്കുള്ള ബേത്ത്ശേമെശിൽ വെച്ച് തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. ഓരോരുത്തൻ താൻ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യോവാശ് യഹോവാഹാസിന്റെ മകനായ യോവാശിന്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേത്ത്ശേമെശിൽ വെച്ച് പിടിച്ചു യെരൂശലേമിൽ കൊണ്ടുവന്നു. യെരൂശലേമിന്റെ മതിൽ എഫ്രയീമിന്റെ പടിവാതിൽ മുതൽ കോൺപടിവാതിൽ വരെ 400 മുഴം ഇടിച്ചു കളഞ്ഞു. അവൻ ദൈവാലയത്തിൽ ഓബേദ് ഏദോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകലപാത്രങ്ങളും രാജധാനിയിലെ ഭണ്ഡാരവും എടുത്തു ജാമ്യക്കാരെയും പിടിച്ച് ശമരിയിലേക്ക് മടങ്ങിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ മകൻ യോവാശ് മരിച്ച ശേഷം
യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ യെരൂശലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. അത് നിമിത്തം അവൻ ലാഖീശിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ ലാഖീശിലേക്ക് അവന് പിന്നാലെ ആളയച്ചു അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്നു യഹൂദയുടെ മൂലനഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു.